നമ്മൾ ദൈവത്തിൻ്റെ എന്താണ്? ശരീരം. ഉറക്കെന്ന് പറയാമോ? ദൈവത്തിൻ്റെ ഒന്നുകൂടെ പറഞ്ഞേ ശരീരം. ശരീരം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്? അനാട്ടമി പഠിക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമുണ്ട്. എല്ലാത്തിനും നിയന്ത്രിക്കുന്ന എന്താ? കേന്ദ്ര ഒരു നടി മുഖമുണ്ട്, ബ്രെയിനകത്ത് ഉണ്ടല്ലോ, ഉണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇടത്തെ കൈയെ ഒരു കൊതുക് അടിച്ചു, എന്തോ ചെയ്യും? വലത്തെ കൈ കൊണ്ട് അവത്തെ എന്ത് ചെയ്തു? അടിച്ചു. ഈ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയെ അടിച്ചത് എന്തുകൊണ്ടാണ്? വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയെ അടിച്ചത് എന്തുകൊണ്ടാണ്? ഇടത്തെ കൈയെ കൊതുക് അടിച്ചുകൊണ്ടല്ല. ഇടത്തെ കൈയെ കൊതുക് അടിച്ചു എന്ന് ആര് സെൻസ് ചെയ്തു? വലത്തെ തല സെൻസ് ചെയ്തു. തല ആരോട് പറഞ്ഞു? കൈയോട് പറഞ്ഞു. കൈ എടുത്ത് പെട്ടെന്ന് ആരെ അടിക്കുക? വലത്തെ കൈ അടിക്കുക. അപ്പോൾ ഈ വലത്തെ കൈ അടിച്ചില്ലെങ്കിൽ ഇടത്തെ കൈ എന്തോ ചെയ്യും? വലത്തെ കൈ അടിച്ചില്ലെങ്കിൽ ഇടത്തെ കൈ എന്തോ ചെയ്യും? നിങ്ങൾ ചിന്തിച്ചാൽ ഇടത്തെ കൈ എന്തോ ചെയ്യും? ഇടത്തെ കൈ ഭിത്തിക്കിട്ടിടിക്കും. കൊതുക് ചാകത്തുമില്ല, കൈ നോവും. കൈ നൊന്താ ഒരു കുഴപ്പമുണ്ട്, ദേഹം മുഴുവൻ നമുക്കങ്ങനെ പ്രശ്നമില്ല. കാലതച്ചാൽ തോന്നും ദേഹത്ത് എന്ത് മാത്രമേ ഉള്ളൂ? പല്ലുവേന വന്നാൽ തോന്നും പല്ലല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന്. അപ്പം എന്ന് പറയുന്ന പോലെയാണ് ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം ഇടത്തെ കൈയെ കൊതുക് അടിച്ചാൽ തലയറിയും. എന്നിട്ട് ആരോട് പറയും? വലത്തെ കൈയോട് പറയും, വലത്തെ കൈ നീ ആരെ അടിക്ക്? ഇടത്തെ കൈ. അപ്പോൾ ഈ വലത്തെ കൈ അടിച്ചില്ലെങ്കിൽ ആർക്ക് കുഴപ്പം? വലത്തെ കൈക്കും കുഴപ്പം, എല്ലാവർക്കും കുഴപ്പം. ഇപ്പോൾ ഇടത്തെ കൈക്ക് ആരെ വേണം? വലത്തെ കൈ. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ആരാ? തലയാണ്. അപ്പോൾ നമുക്കെപ്പോഴും ആരോട് ബന്ധം വേണം? തലയോട് ബന്ധം. തലയോട് ഒരാളല്ല, എല്ലാവരും ബന്ധപ്പെട്ടിരിക്കണം. അപ്പം തല ആരാണ്? ശിരസ് ആരാണ്? ക്രിസ്തുവാണ്. നമ്മളെല്ലാം ആ ശരീരത്തിൻ്റെ പല അവയവങ്ങളാണ്. ഇങ്ങനെയാണ് എന്ത് ഫങ്ഷൻ ചെയ്യുന്നത്? സഭ ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെയാണ് സഭ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം സഭ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇനി രണ്ടാമത്തെ ഒരു ഇമേജ് ഒന്ന് പെട്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. രണ്ടാമത്തെ ഇമേജാണ് ബിൽഡിംഗ് എന്ന് പറയും. അതിൻ്റെ അടിസ്ഥാനം ആരാണ്? ക്രിസ്തു. ക്രിസ്തു തന്നെ എന്തായിരിക്കെ? മൂലക്കല്ലായിരിക്കെ. പിന്നെ അടിസ്ഥാനം ഇട്ടു, ഫൗണ്ടേഷൻ. ആരെ? അപ്പോസ്തലന്മാരും പ്രവാചകൻ. മൂലക്കല്ല് കോർണർ സ്റ്റോൺ ആരാണ്? ക്രിസ്തു. ക്രിസ്തു എന്ന കോർണർ സ്റ്റോണിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവം എന്തിനെ പണിയുന്നു? സഭയെ പണിയുന്നു. അപ്പം സഭ പണിയപ്പെടുമ്പോൾ ദൈവം ഇങ്ങനെ കട്ടകളൊക്കെ വെച്ചാണ് നമ്മളൊരു ബിൽഡിങ് പണി. അതേ ഇമേജാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ കട്ടകളെക്കുറിച്ച് വേദോസ്തത്തിൽ വാക്യമുണ്ട്, ജീവനുള്ള കല്ലുകളെ കൊണ്ട്. നമ്മളെല്ലാവരും ആരാണ്? ജീവനുള്ള കല്ലുകൾ. ഈ കല്ലുകളെ വെച്ചിട്ട് ഇങ്ങനെ പണിയാണ്. അപ്പോൾ ഇതാണ് ഈ ചർച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ബിൽഡിങ് പണിയുമ്പോൾ ഇങ്ങനെ നല്ല കട്ടകളെല്ലാം വെച്ച് വരുമ്പോൾ ഈ കട്ട ഇറക്കുമ്പോൾ കുറേ കട്ട പൊടിഞ്ഞു പോകും, ഇല്ലേ? കട്ടയെ കണ്ടിട്ടുണ്ടോ? കട്ട ഇറക്കുമ്പോൾ കുറേ കട്ട പൊടിയൊക്കെ ചെയ്യും. അത് പൊടിയുന്ന കട്ട അവിടെ മാറ്റിയിടും. പക്ഷേ ഈ മേസ്ത്രി ഇത് പണിത് വരുമ്പോൾ ചെറിയൊരു വിടവ് വരും. ആ വിടവിൽ ഈ കട്ട എന്തോ ചെയ്യും? നല്ല കട്ട വെട്ടി പൊട്ടിക്കുമോ? പൊടിഞ്ഞ് കിടക്കുന്ന കട്ട എടുക്കുമോ? പൊടിഞ്ഞ് കട്ടകൾ അതിനെ ഷേപ്പ് ചെയ്ത് ഇതിനിടയ്ക്ക് കയറ്റി വെക്കും. അപ്പോൾ എല്ലാ കട്ടയ്ക്കും ഒരു സ്പേസ് ഉള്ള സ്ഥലമാണ് എന്ത്? ബിൽഡിംഗ് എന്ന് പറയാം. ഒരു കട്ട എന്ത് ചെയ്യത്തില്ല? കളയത്തില്ല. അതാണ് ദൈവസഭ. ദൈവസഭയിൽ ആരെയും ദൈവം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കട്ടയ്ക്കും എവിടെയെങ്കിലും എന്ത് കാണും? സ്പേസ് കാണും. അപ്പോൾ ഈ വല്യച്ചായൻ പറയും, ഞാനിങ്ങനെ നിരന്നിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഇവൻ കയറിയിരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതിനും കുഴപ്പമുണ്ട്. മേളത്തെ നില ഭാരം വരുമ്പോൾ ഇടയ്ക്ക് വിടവ് കിടന്നാൽ ഈ കെട്ടിടം എന്ത് ചെയ്തു പോകും? എളുപ്പം. അപ്പോൾ ഈ കൊച്ചു കട്ടയ്ക്ക് ഒരു സ്പേസ് ഉള്ള ഒരിടമാണെന്ത്? സഭ. അപ്പോൾ സഭയിൽ ആർക്കൊക്കെ സ്പേസ് ഉണ്ട്? എല്ലാവർക്കും സ്പേസാണ്. പിന്നെ ഈ കൊച്ചു കട്ടയെ നമ്മളിങ്ങനെ ചെത്തുന്ന പരിപാടിയാണ് പാസ്റ്റർമാരുടെ ജോലി. അതാണ് വചനം പ്രസംഗിക്കുമ്പം കുത്തി വെട്ടി എന്നൊക്കെ പറയുന്നത്. ഇതാണ് വെട്ടി എടുത്ത് പൊട്ടിച്ച് അടിച്ച് ഇടിച്ച് പാകപ്പെടുത്തി ഇതിനിടയ്ക്ക് കയറി. അപ്പം നമുക്ക് സങ്കടമായി, ഇന്നത്തെ പ്രസംഗം ആർക്കിട്ട് വെട്ടിയതല്ല. ഈ വെട്ട് കൊണ്ടില്ലെങ്കിൽ ഇതിനിടയ്ക്ക് കയറത്തില്ല. ഇതിനിടയ്ക്ക് കയറിയില്ലെങ്കിൽ നിങ്ങളെന്നും എവിടെ കിടക്കും? വെളിയിൽ കിടക്കും. വെളിയിൽ കിടക്കുന്ന ആ കട്ടയ്ക്ക് ഇടയ്ക്ക് എന്നോട് കട്ടക്കളക്കാരൻ പറഞ്ഞാണ്, സിമെൻറ്റ് കട്ട പണിത് വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കൃത്യം ഏതാണ്ട് ഒരു 50 പൈസ ലാഭമേ ഉള്ളൂ, അല്ലെ 1 രൂപയ്ക്കുള്ളൊന്നും ലാഭം കിട്ടത്തില്ല ഈ കട്ടയ്ക്ക്. അതിനകത്ത് കുറേ കട്ട പൊടിഞ്ഞു പോകുമ്പം അതും ആർക്ക് നഷ്ടം? കടക്കാരന് നഷ്ടം. അപ്പം പൊടിക്കട്ടം കയറ്റി വിടുന്നത് നഷ്ടം നികത്താൻ വേണ്ടിയാണ്. അപ്പം ഈ പൊടിക്കട്ടയ്ക്ക് ഒരു സ്പേസ് ഉള്ള ഒരു ഇടമാണ് ഇവിടം സഭ. എന്നിട്ട് ഇങ്ങനെ ചർച്ചിങ്ങനെ വെച്ച് പോവുകയാണ്. ബിൽഡിങ് പണിയാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു കട്ട വെച്ചിട്ട് അതിൻ്റെ പുറത്ത് എന്ത് വെക്കും? ചാന്ത് വെക്കും, സിമെൻറ്റ് വെക്കും. അതിൻ്റെ പുറത്ത് മറ്റേ ഒരു കട്ട വെക്കും. അങ്ങനെയാണ് ഈ ചർച്ചിങ്ങനെ അല്ലെങ്കിൽ ബിൽഡിങ് ഇങ്ങനെ പണിത് പോകും. നമ്മുടെ ഒരു പഴയകാല ഒരു നൊസ്റ്റാൾജിക് മെമ്മറി ഇല്ലേ? എറണാകുളംകാട് എനിക്കറിയത്തില്ല, ഞങ്ങൾ ഗ്രാമവാസികൾക്കൊക്കെ
സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ബിസ്ക്കറ്റ് കിട്ടും. ബിസ്ക്കറ്റ് പല വീട്ടിലുണ്ട്. വലിയ ബിസ്ക്കറ്റല്ല, ഈ പാർലയുടെ ബിസ്ക്കറ്റില്ലേ, അത് വലിയ കവറിനകത്താണോ ഒരു വലിയ വിലയുണ്ടോ അതിന്? ഇല്ല. പാർലയുടെ ഫാമിലി പാക്കറ്റൊക്കെ ഇഷ്ടം പോലെ. അതിനൊരു ഗുണമുണ്ട്, നമ്മൾ എത്ര എടുത്താലും കുറയുന്ന അറിയത്തില്ല, ഒത്തിരിയുണ്ട്. പിന്നെ എടുത്തിട്ട് എന്തിനകത്ത് മുക്കാം, കാപ്പിക്കകത്തൊക്കെ മുക്കി കഴിക്കുക, ഒരു 5-6 കഴിക്കുക. അതാണ് വലിയ വിലയുണ്ടോ? പക്ഷേ എല്ലാവരും ഇങ്ങനെ ഇരിക്കും. പക്ഷേ കാലം മുമ്പോട്ട് പോയി പാർല ബിസ്ക്കറ്റിൻ്റെ സ്പേസൊക്കെ പോയിട്ട് ഇന്ന് ഇപ്പം മാളൊക്കെ ആയി, ഗൾഫുകാരായി. അപ്പം വലിയ ബിസ്ക്കറ്റ് വരാൻ തുടങ്ങി. ആ വലിയ കൂടിയ ബിസ്ക്കറ്റ് വലിയ അതൊക്കെ വരുന്നത് ഈ പാർലെ കവറിനകത്താണോ പെട്ടിക്കകത്താണോ? ഡെലീഷ്യസ് ഒക്കെ കണ്ടില്ല. എന്തിനകത്താണ് വരുന്നത്? ഇരുമ്പ് പെട്ടിക്കകത്താണ്. പക്ഷേ ഇരുമ്പ് പെട്ടിക്ക് 800 രൂപയായിരിക്കും. അതിനകത്ത് 10 എണ്ണേ കാണത്തുള്ളൂ. ഇപ്പോൾ ഒരെണ്ണത്തിന് 80 രൂപ ആയില്ലേ? 80 എങ്ങനെയാണ് തിന്നുന്നത്? അതിൻ്റെ വില കണക്ക് കൂട്ടിയാൽ നമുക്ക് കഴിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഈ ഇരുമ്പ് പെട്ടിക്കകത്തിരിക്കുന്ന ഈ ബിസ്ക്കറ്റിൻ്റെ കുഴപ്പമുണ്ട്. ഇത് ഭയങ്കര പാക്കറ്റൊക്കെയാണ്. പക്ഷേ ഇതൊരു 10 വർഷം അതിനകത്ത് ഇരുന്നാലും തമ്മിൽ ഒട്ടത്തില്ല. എല്ലാ ബിസ്ക്കറ്റിനിടയ്ക്ക് എന്തുകൊണ്ട് പേപ്പറുണ്ട്. അതാണ് ഈ കുഴപ്പം. എല്ലാ ബിസ്ക്കറ്റും പെട്ടിക്കകത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്താ വെച്ചേക്കുക? പേപ്പർ വെച്ചേക്കുക. ഞാൻ ഇത് അമേരിക്ക പ്രസംഗിച്ചപ്പോൾ ഒരു കൊച്ചുണ്ട് പറഞ്ഞു, അച്ഛാ പേപ്പറായിരുന്നു സഹിക്കായിരുന്നു, തെർമോക്കോളൊക്കെ കയറ്റി വെച്ചേക്കുക. അപ്പം ഈ പെട്ടിക്കകത്ത് ഇത് ഒട്ടണമെങ്കിൽ എന്താ മാറ്റണം? പേപ്പർ മാറ്റണം. പാർലെ ബിസ്ക്കറ്റിനകത്ത് കവറിന് കാണാൻ സുഖമില്ലെങ്കിലും വയറ് നിറയുന്ന സാധനമായിരുന്നത് അല്ലേ? ഒത്തിരി ഉണ്ട്. വലിയ വിലയുണ്ടോ? ഇല്ല. പക്ഷേ എന്ത് പറയും? വയറ് നിറയും. അപ്പം നമ്മൾ ഇരുമ്പ് പെട്ടിക്കകത്ത ബിസ്ക്കറ്റ് പോലെ ഇരിക്കണോ, പാർലെ ബിസ്ക്കറ്റ് പോലെ ഇരിക്കണം? പാർല. അങ്ങനെ ഇരുമ്പ് പെട്ടിക്കകത്ത ബിസ്ക്കറ്റിനകത്ത് ഇരിക്കേണ്ടവർ പ്രത്യേകം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ക്ലബിലൊക്കെ പോവുക. പക്ഷെ അവിടെ ഇത് എനിക്ക് തോന്നുന്നു വേറെ. പക്ഷെ ചർച്ചെന്ന് പറയുമ്പോൾ അത് ഇരുമ്പ് പെട്ടിയല്ല. അങ്ങനെ ഞാൻ പുതിയ തിയോളജി പറഞ്ഞെന്ന് പറയല്ലേ, ചർച്ച് പാർലെ ബിസ്ക്കറ്റാണെന്ന് പറഞ്ഞത്. ഞാനത് പറഞ്ഞിട്ട് അത് നമുക്ക് ഇടയ്ക്ക് എന്തോ വെക്കരുത്, പേപ്പർ വെക്കരുത്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഇടയ്ക്ക് ഈ പേപ്പറുകൾ വെക്കുന്നതാണ് അപകടമാകുന്നത്. ഒരു പെട്ടിക്കകത്താണോ? ആണോ? പക്ഷേ ഇടയ്ക്കെല്ലാം എന്തോ ഉണ്ട്? പേപ്പറുണ്ട്. പേപ്പർ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യത്തില്ല? ഒട്ടത്തില്ല. അപ്പം ഒട്ടിയില്ലെങ്കിൽ മേലിലോട്ട് ഭാരം വരുമ്പം ഇത് ശരിയാകത്തില്ല. അപ്പം ഒട്ടണമെങ്കിൽ ഇടയ്ക്കൊന്ന് നമ്മളായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തെടുത്ത് മാറ്റണം? പേപ്പറുകളെല്ലാം മാറ്റണം. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് പേപ്പറുകളെല്ലാം കീറിക്കളയണം. പേപ്പറുകൾ ഇടയ്ക്കില്ലാത്തതാണ് എന്ത്? ദൈവസഭ. അകലങ്ങളില്ലാത്ത ഒന്നാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. കർത്താവിനോട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അകലങ്ങളെല്ലാം മാറാൻ പ്രാർത്ഥിച്ച്. അകലങ്ങളില്ലാത്ത ഒരു ബിൽഡിങ് പോലെ, അകലങ്ങളില്ലാത്ത ഒരു ബോഡി പോലെ കർത്താവെ ഞങ്ങളുടെ സഭയെ ദൈവം പണിയണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്. ഓരോ പ്രാദേശിക സഭകൾക്കും ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അകലങ്ങളില്ലാത്ത ഒരു കൂട്ടായ്മ എന്ന മർമ്മം വെളിപ്പെട്ടെങ്കിലേ ഈ ഭാരതത്തെ യേശുവിന് വേണ്ടി നേടാനൊക്കത്തുള്ളൂ. എല്ലാവരും അകന്നുപോയ അവനവൻ്റെ ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. അവനവൻ്റെ ലോകത്തിൽ അവനവൻ്റെ തുരുത്തിലേക്ക് ഒതുങ്ങിക്കഴിയുന്ന ഒരു സമൂഹത്തെ നേടിയെടുക്കണമെങ്കിൽ അകലങ്ങളില്ലാത്ത ദൈവസഭയുടെ ശരീരമെന്ന വെളിപ്പാടിനകത്തേക്ക് നമ്മൾ കയറി നിൽക്കണം. ദൈവത്തിൻ്റെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ബിൽഡിങ് എന്ന് പറയുന്ന മർമ്മം കരമുയർത്തി അല്പനേരം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ അകലങ്ങളില്ലാത്ത സഭയ്ക്കിടെ മർമ്മം ഞങ്ങളുടെ അകത്തേക്ക് തരണമേ. അകലങ്ങളില്ലാത്ത ദൈവസഭയുടെ ആഴം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ച് ശബ്ദം. അതിന് നമുക്കെല്ലാം ഒരു റോളുണ്ട്. ആ പേപ്പർ എടുത്ത് കളയേണ്ടത് നമ്മളാണ്. അത് ഈഗോ ആകാം, നമ്മുടെ സ്വാർത്ഥതയാകാം, നമ്മുടെ ആ സെൽഫിഷ്നെസ് ആകാം, നമ്മളെന്നുള്ള ചിന്തയാകാം. അതെല്ലാം മാറിയിട്ട് കർത്താവേ ഞാനായിരിക്കുന്ന ദൈവിക കൂട്ടായ്മയ്ക്കകത്തേക്ക് അതിൻ്റെ അകലങ്ങൾ കുറയ്ക്കുവാൻ എനിക്കെന്താണ് റോളെന്ന് ചോദിച്ച് മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കേണ്ട. വാട്ട് ക്യാൻ ഐ ഡു? എനിക്കെന്ത് ചെയ്യാനൊക്കും? വാട്ട് ക്യാൻ ഐ ഡു? എല്ലാവരും പ്രാർത്ഥിച്ച് ശബ്ദം ഉയർത്തി പരിശുദ്ധാത്മാവിനോടും ചോദിച്ച് വാട്ട് ഈസ് മൈ റോൾ? ഈ ഒരു സിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് വീണ്ടും അകലങ്ങളുടെ തുരുത്തുകളാണ്, അപ്പന തുരുത്തുകളാണ്. ആ തുരുത്തുകൾക്കകത്തേക്കാണ് ദൈവസഭയുടെ മർമ്മം അത് വ്യാപരിക്കേണ്ടതിന്. അങ്ങനെ വ്യാപരിക്കണമെങ്കിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഐക്യതയുടെ ആഴങ്ങൾ കർത്താവെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച് ശബ്ദം ഉയർത്തി. അടുത്തിരിക്കുന്നവർ നമ്മുടെ ശബ്ദം കേൾക്കട്ടെ. ആ ശബ്ദം ഉയർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. അടുത്തിരിക്കുന്നവർ കേൾക്കാവുന്നത് പോലെ ശബ്ദം ഉയർത്തി കർത്താവെ അകലങ്ങളില്ലാത്ത ദൈവസഭയുടെ ആഴം
അതിൻ്റെ ആഴമറിയുവാൻ, അതിൻ്റെ ആഴം വെളിപ്പെടുവാൻ, ആ സ്നേഹത്തിൻ്റെ വീതി, ആഴം, ഉയരം ആർക്ക് ഗ്രഹിക്കാനാകും? അത് മനസ്സിലാക്കുവാൻ എളിയവരെ സഹായിക്കണമേ. ഷഖാന റബ ലഗദുനിയ അർഗലെ ദിഗന റബന്ധര ഷക്കൽ ഘടകന ഹത്തുനിയ റഗ നഗാതുര. യേശുവിൻ്റെ നാമത്തിൽ കഥാപ്പച്ച അങ്ങനെ ചെയ്യണമേ, അങ്ങനെ ചെയ്യണമേ, അങ്ങനെ ചെയ്യണമേ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ശരീരം, ദൈവത്തിൻ്റെ ശരീരം, ദൈവത്തിൻ്റെ ശരീരം. അപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ എന്താണ്? ശരീരമാണ്. സഭ ഒരു ബിൽഡിംഗ് ആണെന്ന് കണ്ടു. ഇനി ശരീരം